ഇന്ന് ഓഫീസിൽ വന്നപ്പം ഇന്ന് കേട്ടത് രമ്യയുടെ സ്പെഷ്യൽ ചിക്കൻ കറി എന്നാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് രമ്യയുടെ ചിക്കൻ കറി നമ്മളൊന്ന് കാണിച്ചാലോ. ഇതാണ് മാരിനേറ്റഡ് ചിക്കൻ. എൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. സോ നമ്മൾ മാരിനേറ്റഡ് ചിക്കൻ എടുത്തു. ഇനി അടുത്ത് എന്തൊക്കെയുണ്ടെന്നെല്ലാം വരുന്നത്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ എത്രയാണ് ക്വാണ്ടിറ്റി ഇതൊക്കെ ഞാൻ പറഞ്ഞുതരും. നമ്മുടെ ചിക്കൻ കണ്ടില്ല, ആഹാ എന്തൊരു തിളക്കത്തില്ല. ദൈവമേ, ഇതൊക്കെ എപ്പോൾ ഇനി എൻ്റെ വയറ്റിലോട്ട് പോകുന്ന എനിക്ക് തന്നെ അറിയത്തില്ല. ഹലോ, അപ്പം നമ്മൾ രമ്യയുടെ കിച്ചണിനകത്താണ് ഇപ്പം. ഓക്കെ, ഇപ്പം കിച്ചണിനകത്ത് നമ്മൾ രമ്യ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് എന്തൊക്കെയാ നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന്. സോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. കശ്മീരി ചില്ലി നമ്മൾ റെഡ്നെസ് ആകാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. ഇച്ചിരി എരിവ് വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇടുക. ഇനിയുണ്ട്, തീർന്നില്ല. 1 ടീസ്പൂൺ ഗരം മസാല, 1 കപ്പ് കേർഡ്, 3 ഉള്ളി, 8 to 10 ഗാർലിക്, പിന്നെ കൊപ്ര, 1 ഇഞ്ചി എന്ന് പറഞ്ഞ ചെറിയ ഇഞ്ചി, ഒരു തുണ്ട് ഇഞ്ചി എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ 3-4 ഗ്രീൻ ചില്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 സിന്നമൺ സ്റ്റിക്ക്, കറുവപ്പട്ട സ്റ്റിക്ക്, സിന്നമൺ സ്റ്റിക്ക്, ചെറിയ ഉള്ളി 8 പീസ്. ഇതൊക്കെ രമ്യ ഉണ്ടാക്കുന്ന കറിക്ക് വേണ്ടി യൂസ് ചെയ്തതാണ്. ഇത് ഏകദേശം 1 കിലോയുടെ അടുത്താണ് ചിക്കൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ അത് അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന ലിസ്റ്റൊക്കെ. ഓക്കെ, പിന്നെ കറി ലീവ്സ് ഒരു തണ്ട്. അപ്പം ലിസ്റ്റ് ഇത്രയേ ഉള്ളായിരുന്നു. ഇനി നമ്മൾ ലിസ്റ്റൊക്കെ റെഡിയായി. ഇനി നമ്മൾ നേരെ പാചകത്തോട്ട് കിടക്കുക. പിന്നെ ഇരുന്നാ മതി. നേരെ പറയത്തില്ല, പുറകിൽ പറയും. ഓക്കെ ഓക്കെ ഓക്കെ, നീ തുടങ്ങ്. ഓക്കെ, അപ്പം ഗായ്സ് നേരെ നമ്മൾ എവിടെ കിടക്കാൻ പോകുന്നു. അല്ല, കിടക്കാൻ പോകുന്നില്ല, എവിടെയായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നേരെ ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോസൊക്കെയാണ് ഗൈസ്. പിന്നെയും പറയുന്നു, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് കൂടെ ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞ ഇപ്പം ഈ ലിസ്റ്റൊക്കെ ചെയ്ത് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനായിരുന്നു സംഭവം, അതിന്റെ റിവ്യൂ നിങ്ങൾ തരണം കമന്റിൽ. ഓക്കെ, പ്ലീസ് മറന്നുപോലെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് വളരെ ആവശ്യമാണ്. ഇനി നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുക. പെരിഞ്ജീരകം, ഉള്ളി നമ്മളൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇച്ചിരി ഉപ്പ് കൂടെ ഇടണം. ഉപ്പ് നിങ്ങളുടെ പാചകത്തിൻ്റെ കണക്കിൻ്റെ അനുസരിച്ച് വേണം ഇടാൻ. ഓക്കെ ഗൈസ്, നമ്മൾ 4 മുളക് ഇട്ടിട്ടുണ്ട്. കാരണം ഇച്ചിരി സ്പൈസി ആക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങളുടെ കണക്ക് നിങ്ങൾ ഇടുക. നിങ്ങൾക്ക് സ്പൈസി വേണമെങ്കിൽ
മുളകിടുക കൂടുതൽ, അല്ലെങ്കിൽ നോർമൽ നിങ്ങൾ എത്ര ഇടുന്നത് അത്രയും വഴറ്റിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്കുക. അത് കഴിഞ്ഞ് നമ്മളത് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കും. ഓക്കെ, നമ്മൾ വഴറ്റിയ മസാല കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ അക്ക മസാലയൊക്കെ ഒന്ന് ചൂടാക്കാം. ലോ ഫ്ലെയിമിൽ ഇതെല്ലാം വെച്ചിട്ടൊന്ന് ഇതും ഒന്ന് വഴറ്റണം. ശരിക്ക് ഇത് മൂക്കണം. ഇത് മൂക്കണം. ചെറുള്ളി ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. യെസ്, കേട്ടില്ലേ ഗൈസ്? ഓക്കെ, ഇനി നമ്മളുണ്ടല്ലോ ഗരം മസാല ഇടുന്നില്ല. കാരണം ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടായിരുന്നു. പ്ലസ് ഇത് അക്ക മസാലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്തുള്ളത് ടർമറിക് പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടോളൂ. നമ്മൾ കൂടുതൽ നേരം വെക്കണ്ട, കാരണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി. ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഏകദേശം ഒന്ന് ഫ്രൈ ചെയ്യുക. അന്നത്തോട്ട് ഇനി നമ്മളുണ്ടല്ലോ മാരിനേറ്റഡ് ചെയ്ത ചിക്കൻ. ഗൈസ്, രമ്യയുടെ പാചകം കമന്റ് ചെയ്യണം മറന്നുപോലെ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒത്തില്ലെങ്കിൽ ഒന്ന് എന്നോട് പറയണേ. അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തോളാം അവർക്ക്, കേട്ടോ? നല്ലപോലെ ഇളക്കി കഴിഞ്ഞു. കളറൊക്കെ റെഡിയായി. നമ്മുടെ ചില്ലിയുടെ കശ്മീരി ചില്ലിയുടെ റെഡ്നെസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ ഇത് നമ്മൾ ഒരു 5 to 10 minutes സ്ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. ഓക്കെ ഗൈസ്, കേട്ടില്ലേ രമ്യ പറഞ്ഞത്? ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു 5 minutes ആയി. ഇനി എന്തുവാ ചെയ്യേണ്ടത്? നമ്മൾ വഴറ്റി ആയത്തെ മസാല മിക്സിയിൽ അരച്ചെടുത്തത് പേസ്റ്റ് ആക്കി അത് നമ്മൾ ചേർക്കുവാണ്. ആയിട്ടൊന്ന് ഇളക്കുക. ഇപ്പം സ്ലൈറ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ കറീൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുമെന്ന് വെച്ചൂടെ. ലൈറ്റ് ആവും, ചൂട വെള്ളക്കറിയായി. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അഗെയിൻ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 10 minutes കുക്ക് ചെയ്യുക. ഓക്കെ, കേട്ടല്ലോ? രമ്യ പറഞ്ഞിട്ടുണ്ട് ശരിക്കായിട്ട്, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇത് കണ്ടു ഗൈസ്, ഇതാണ് ചപ്പാത്തി. രമ്യ ഉണ്ടാക്കുന്ന ചപ്പാത്തി യുഗാണ്ടയുടെ ഷേപ്പാണ്. ഇവിടെ 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ കറിയുടെ പാത്രം അപ്പുറത്തോട്ടും മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ? ഒഴിക്കാൻ പോവാ. ഓക്കെ, എത്ര വെള്ളം വേണം? ഏകദേശം 10 മിനിറ്റ് ആയി. 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത പാത്രത്തിൽ തന്നെ എടുക്കാം. അപ്പം ബാക്കിയുള്ള മസാല കൂടെ അതിനകത്താണ്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. 10-15 minutes. കണ്ടില്ലേ ഗായ്സ്, എന്നോടുള്ള സ്നേഹം കൊണ്ട് ആ ചപ്പാത്തി തന്നെ ഹാർട്ട് ഷേപ്പ് ആയിരിക്കുക. ദൈവമേ, വാവ്, എന്ത് രസം. ചിക്കൻ ഒരു 15 to 20 minutes വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ചിക്കൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് നോക്കണം. ചിക്കൻ ശരിക്കും വെന്തിട്ട് വേണം ഗ്യാസ് ആണ്. ചിക്കൻ ആണെങ്കിൽ ഇച്ചിരി സമയം വെച്ച് വേവിക്കുക. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഓവറോൾ 25 to 30 minutes നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, രമ്യ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ഗ്യാസ് ഓഫ് ആക്കാൻ പോകാൻ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓഹോ, തിളപ്പ് കണ്ടില്ലേ? ഇനി ഗ്യാസ് ഓഫ് ആക്കി ഇനി നമ്മൾ നേരെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചിക്കനൊക്കെ നമ്മുടെ നല്ല ജ്യൂസി ചിക്കൻ ആയിട്ടുണ്ട്. ഓക്കെ, ചുമല നമ്മുടെ വെളിച്ചെണ്ണയുടെ ചിക്കനൊക്കെ നല്ല ടെക്സ്ചർ ആയിട്ടുണ്ട്. ആഹാ, ഇനി നമ്മൾ നേരെ എടുക്കുക, അങ്ങ് കഴിക്കുക. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇനി നേരെ പ്ലേറ്റിലോട്ടായിരിക്കും. ഓക്കെ, അപ്പം ശരി, ചിക്കൻ കറിയും ചപ്പാത്തി റെഡിയാ. ഓ, അതേ ഹാർട്ടാണ് തന്നേക്കുന്നത് രമ്യ.
ഓക്കെ, അപ്പോൾ ഇനി കഴിച്ചിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞു. ഇച്ചിരി എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് സൂപ്പറാ. ഒരെണ്ണം കൂടെ ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം, ചെയ്തിട്ട് കമന്റ് ചെയ്യണം. നല്ല അല്ലെങ്കിൽ പറയണം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് കൊടുക്കാൻ